പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ പല ആവശ്യങ്ങൾക്കും പല കാര്യങ്ങളും അളക്കാറുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പരിചയമായ യൂണിറ്റുകളൊക്കെ വന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം. യൂണിറ്റുകളും അളവുകളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരിക്കൽ വെള്ളപ്പൊക്കം വന്ന് വയലുകളുടെ വരമ്പുകളൊക്കെ ഒലിച്ചുപോയി, വസ്തുക്കളുടെ അതിർത്തികളൊക്കെ പോയി. അതിൻ്റെതുപോലെ മതിലെന്നുള്ള കാലമൊന്നുമല്ല. വെള്ളമൊക്കെ വെറ്റി കഴിയുമ്പോൾ ആൾക്കാർ തമ്മിൽ അടിയായി. കാരണം വസ്തു അല്ലെങ്കിൽ വയലുകൾ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ആർക്കും അറിയില്ല, തർക്കങ്ങളായി. അപ്പോൾ പിന്നെ അളവുകൾ വേണം എന്നൊരു ചിന്ത വന്നു. അങ്ങനെ പല യൂണിറ്റുകൾ വന്നു. ഉദാഹരണത്തിന് മുട്ട് മുതൽ ഇവിടം വരെ മുഴം, അല്ലെങ്കിൽ ഇതോട്ട് ഇതുവരെ ആംഗുലിയം. ഈ യൂണിറ്റുകളൊക്കെ വന്നപ്പോൾ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഈ വിരലിറ്റം മുതൽ ഇവിടം വരെ നീളം ഒരുപോലെയാണ്. അപ്പം ഞാനൊരു മുഴം അളക്കുന്നത് മറ്റുള്ളൊരു മുഴം അളക്കുന്നത് ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ യൂണിറ്റ് ഒരു ഏകീകൃത സ്വഭാവം വേണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെയാണ് അന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ ഹെൻറി ഒന്നാമൻ എന്ന രാജാവിൻ്റെ ആ പ്രതിമയുടെ കാൽപാദത്തിൻ്റെ നീളം യൂണിറ്റാക്കി. അങ്ങനെയാണ് ഫീറ്റ് വന്നത്. ടൈമിന് പൗണ്ട് വന്നു. ആ ഫീറ്റ് കാൽപാദത്തിൻ്റെ നീളം, അതുകൊണ്ടാണ് ഫീറ്റ് എന്ന പേര് വന്നത്. പൗണ്ട് വന്നു, മാസിന് ടൈമിന് യൂണിറ്റ് വന്നത്. പകൽ സമയത്തെ 10 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനം നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നം അനുഭവപ്പെട്ടു. ഭൂരിഭാഗം സമയവും നല്ല ബ്രൈറ്റ് ലൈറ്റാണ്. അതേസമയം 2 ട്യൂലൈറ്റ് ഉണ്ട്, 2 മങ്ങിയ പ്രകാശം. ഒന്ന് ഉദയ സമയം, സൂര്യോദയം, 2 സൂര്യാസ്തമനം. അപ്പം അങ്ങനെ ബ്രൈറ്റ് ലൈറ്റിൻ്റെ 10 ഭാഗങ്ങളായിട്ടും പിന്നെ 2 മങ്ങിയ പ്രകാശവും. അങ്ങനെ പകലിനെ 12 ആക്കി. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, എന്തുകൊണ്ട് 10 ആക്കി ബ്രൈറ്റ് ലൈറ്റിന്? സിമ്പിൾ റീസൺ, കയ്യിൽ 10 വിരലുകൾ ഉള്ളതുകൊണ്ട് അന്ന് പലതിനും ബേസ് 10 ആയിട്ട് സ്വീകരിച്ചു. പിന്നെ പകലിന് 12 ആക്കിയതുകൊണ്ട് രാത്രിയും 12 ആക്കണമല്ലോ. മാത്രമല്ല അന്ന് മംഗോളിയൻസ് നോക്കിയപ്പോൾ രാത്രികളിൽ 12 നക്ഷത്രക്കൂട്ടങ്ങളെ തിരിച്ചറിയും. അങ്ങനെ പകല് 12 ആയി, രാത്രി 12 ആയി. അങ്ങനെ 12 + 12 24 മണിക്കൂർ അവർ വന്നു. അതുകൊണ്ടാണ് ഒരു ദിവസം 24 മണിക്കൂറായി. അങ്ങനെ മണിക്കൂർ വന്നപ്പോൾ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചു ഇതൊരു വലിയ യൂണിറ്റ് ആണ്, അതുകൊണ്ട് ചെറിയ യൂണിറ്റ് വേണം. They thought of making a minute unit. ചെറിയ യൂണിറ്റ്, മൈന്യൂട്ട് യൂണിറ്റ് വേണം എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് മണിക്കൂറിന് 60 ഡിവൈഡ് ചെയ്തു. മൈന്യൂട്ടായിട്ട് വേണം എന്ന് ചിന്തിച്ചത് കൊണ്ട് അത് തന്നെ പേര് കൊടുത്തു മൈന്യൂട്ട്. അത് പറഞ്ഞു വരെ മിനിറ്റിനായി. 60 മൈന്യൂട്ടാണ് 1 അവർ. അപ്പോൾ സംശയം വരുന്നുണ്ട്, എന്തിനാ ഈ 60 എടുത്ത്? എന്തോ 50 100 ഒന്നും എടുത്തില്ല. കാരണം ഉണ്ട്, ഒന്ന് 60 ഒരു സെക്സാജിസിമെന്റ് വരണം. 2 60 എന്ന നമ്പർ ഒത്തിരി നമ്പർ കൊണ്ട് നിശേഷമായിരിക്കാൻ കഴിയുന്ന നമ്പർ. It is exactly divisible with a very large number of numbers like 1, 2, 3, 4, 5, 6, 10, 12, 15, 20, 30, 60 etc. 1/1, 1/2, 1/3, 1/4, 1/5, 1/6, 1/10, 1/12, 1/50, 1/20, 1/30, 1/60 ഇനിയും പോകുന്നുണ്ട്. ഇതുപോലെ ഒത്തിരി നമ്പറുകളുണ്ട്. നിശേഷമായിരിക്കാം, എക്സാക്ട്ലി ഡിവിസിബിൾ. അതുകൊണ്ടാണ് 60 ആയിട്ട് ഡിവൈഡ് ചെയ്ത്. അങ്ങനെയാണ് ഒരു മണിക്കൂർ 60 മിനിറ്റായി. ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് ചിന്തിച്ചത് കൊണ്ട് മൈന്യൂട്ടിന്റെ പേര് കൊടുത്തു. അപ്പോഴത്തേക്ക് രണ്ടാമതൊരു ചിന്ത വന്നു, ഇനിയും ചെറുതാക്കിയാലോ. സെക്കൻഡ് തോട്ട്. ആ സെക്കൻഡ് തോട്ടിൽ നിന്ന് ആ മൈന്യൂട്ടിനെ ഡിവൈഡ് ചെയ്തു. അത് നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് 60 ആയിട്ട് ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തെ ചിന്തയിൽ നിന്ന് വന്നതുകൊണ്ട്, സെക്കൻഡ് തോട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അതിനെ സെക്കൻഡ് എന്ന പേര് കൊടുത്തു. ഇങ്ങനെയാണ് സെക്കൻഡ് എന്ന പേരൊക്കെ വന്നത്. ഇതുപോലെ പല രസകരമായ കാര്യങ്ങളുണ്ട്. ആംഗിൾ
പണ്ട് കാലത്ത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇന്നത്തെ കാലത്തല്ല, വളരെ പണ്ട്. ഭൂമി സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാൻ 360 ദിവസം എടുക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഈ എർത്ത് ഭൂമി അതിന് ഭൂമി കറങ്ങുന്ന പാതയെ ഇങ്ങനെ 360 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിലൊരു ഭാഗത്തിന് 1 ഡിഗ്രി എന്ന ആംഗിളിന്റെ യൂണിറ്റ് ആയിട്ട് എടുത്തു. ഭൂമി ഇങ്ങനെ സൂര്യനും കറങ്ങുന്നതുകൊണ്ടല്ലേ ഈ ആംഗിളിന്റെ ഐഡിയ വന്നത്. അതുകൊണ്ട് അത് തന്നെ സിമ്പിളാക്കി ഇങ്ങനെ കൊടുത്തു. നമ്മൾ 0 ഡിഗ്രി എന്നൊക്കെ വായിക്കും. ഇത് വലുത്, അത് ചെറുതല്ലേ. ഭൂമി സൂര്യനിൽ ഏതാ വലുത്, ഏതാ ചെറുത്? യെസ്, ഇത് സൂര്യനാണ്, ഇത് ഭൂമിയാണ്. 0 ഡിഗ്രി എന്ന സിമ്പലിൽ ആ വലിയ 0 അത് സൂര്യനാണ്, ചെറിയ 0 ഭൂമിയാണ്. ഇതുപോലെ നോക്കിയാൽ ചില മരങ്ങളൊക്കെ തറയിൽ നിന്ന് തറയുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ചില മരങ്ങൾ ചരിഞ്ഞിൽ നിന്ന് ആംഗിൾ ഉണ്ടാക്കി. അതുകൊണ്ട് ആംഗിളിനെയൊക്കെ ഒബ്ലിക് ആംഗിൾ എന്ന് പേര് കൊടുത്തു. ചില മരങ്ങൾ നേരെ നിന്നോ, റൈറ്റ് ട്രീസ്, അതുകൊണ്ടാക്കിയ ആംഗിൾ 90 ഡിഗ്രി. അതുകൊണ്ട് അതിന് പേര് കൊടുത്തു റൈറ്റ് ആംഗിൾ. അതാണ് 90 ഡിഗ്രിക്ക് റൈറ്റ് ആംഗിൾ എന്ന് പേര് വന്നത്, റൈറ്റ് ആംഗിൾ. ഇങ്ങനെ രസകരമായ ഒത്തിരി വസ്തുക്കളുണ്ട് കേട്ടോ, അളവുകളുമായി ബന്ധപ്പെട്ട്. ഇതുപോലെ തന്നെ ഭൂമി സൂര്യനെ കറങ്ങുന്നത് കൊണ്ട് ഭൂമിയുടെ ടെമ്പറേച്ചർ മാറാൻ വരും. കാരണം ചില ദിവസങ്ങളിൽ സോളാർ റേസ് പെർപെൻഡിക്കുലറായിട്ട് വരും, ചില ദിവസം ചരിഞ്ഞ് വരും. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ മാറും, പല കാരണങ്ങളാൽ മാറും. അതുകൊണ്ട് ടെമ്പറേച്ചറിന്റെ 0 ഡിഗ്രിക്കും ഇത് സൂര്യൻ, ഇത് ഭൂമി, ഇത് തന്നെ അവിടെയും സിമിലറായിട്ട് പോയി. ഇങ്ങനെയൊക്കെ പല രസകരമായ വസ്തുക്കൾ അളവുകളെ കുറിച്ചും യൂണിറ്റുകളെ കുറിച്ചും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതൊക്കെ അറിഞ്ഞാലേ പഠിത്തം രസകരമാവുകയുള്ളൂ, അല്ലെങ്കിൽ ബോറിങ്ങാവും. ഇന്ന് നമുക്കുള്ളത് MKS, SI തുടങ്ങിയ പല യൂണിറ്റുകളൊക്കെ എത്തി. ബട്ട് ഇങ്ങനെ ഒരു പഴയ ചരിത്രം യൂണിറ്റുകൾക്ക് ഉണ്ടായിരുന്നു എന്നോട് ഓർക്ക്. അങ്ങനെ അളവുകൾ വന്നു. അതുപോലെ പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്നത് വൈദ്യുതി പോകുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിൽ നിന്നൊക്കെയാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ബട്ട് ദീർഘകാലത്തിന് ശേഷം മനസ്സിലായി ഇലക്ട്രോണുകൾ പോകുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. അപ്പോഴത്തേക്ക് ഫിസിക്സിൽ ഒരുപാട് തിയറികളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വന്നു. അതിൻ്റെ ലോകം മൊത്തം ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് നെഗറ്റീവ് തന്നെ പറയാനും, ഇലക്ട്രോൺ പോകുന്നതിന് ഇലക്ട്രോണിക് കറണ്ട് ഡയറക്ഷൻ എന്ന് പറയാനും, പോസിറ്റിവിറ്റി നെഗറ്റീവിനെ കൺവെൻഷണൽ ഡയറക്ഷൻ എന്ന് പറയാനും തീരുമാനിച്ചു. അതുപോലെ ഭൂമി 360 ദിവസം കൊണ്ട് കറങ്ങുന്നു എന്നായിരുന്നു പണ്ടത്തെ വിശ്വാസം. ഇപ്പം അത് 365 കാലമാണ് ഏകദേശം. പക്ഷെ എപ്പോഴും ആ 1 ഡിഗ്രി അളവ് മാറിയിട്ടില്ല. ഇനി 360 തന്നെ കുട്ടിയൊക്കെ കഴിക്കാനൊക്കെ പ്രയാസം. അത് 365 കാലാക്കിയ വെള്ളം കുടിക്കും. ഈ ആശയത്തിൽ തന്നെയാണ് സർക്കിളിലെ സെന്ററിന് ഒരു പോയിന്റ് 360 ഡിഗ്രി എന്ന ആശയവും വന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെ പഠനം രസകരമാക്കൂ, രസിച്ചു പഠിക്കൂ. ഇങ്ങനെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഊളിയിട്ട് ഇറങ്ങാമെങ്കിൽ നിങ്ങളുടെ പഠനം രസകരമാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തൂ. ഇന്ന് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള കാലത്ത് ഇതൊക്കെ കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കണ്ടെത്തൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പഠിച്ചു.